അവൾ എങ്ങനെ കാണണം എന്നതൊരു വലിയ വിഷയമാണ്. ഇതൊക്കെ റബ്ബ് തീരുമാനിച്ചല്ലടോ. നീ ആഗ്രഹിക്കാൻ നിനക്ക് ആഗ്രഹിക്കാം, പക്ഷെ നീ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധം സംഭവിച്ചാലും അല്ലേ തന്നെന്ന് പറഞ്ഞ് നിനക്കങ്ങ് ക്ഷമിച്ചൂടെ? നീ അങ്ങനെ ക്ഷമിക്കാതെ നീ ഈ രീതിയിൽ നടന്നാൽ നീ സ്വയം ഇല്ലാതാവല്ലേ ഉള്ളൂ, നീ തകരല്ലേ ഉള്ളൂ, നീ നാണം കെടല്ലേ ഉള്ളൂ. ഇതെന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചതാണെന്ന് ചിന്തിക്കണ്ടേ? ഇവിടെ അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരു പുൽച്ചെടിയുടെ തലപ്പ് പോലും ചലിക്കില്ലെന്ന് പരിശുദ്ധമായ ദീന് പഠിപ്പിച്ച അധ്യാപനങ്ങൾ നിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് എന്നെ അവിടെ ചതിച്ചു ഇവിടെ ചതിച്ചു, അതല്ല വേണ്ടത്. നിന്റെ മുമ്പിൽ കിട്ടുന്നത് വരെ നീ ആഗ്രഹിച്ചു, പലതും റബ്ബിനോട് ചോദിച്ചു, പക്ഷെ നിനക്ക് കിട്ടിയതിൽ ചിലപ്പോൾ സ്വഭാവത്തിൽ കയർക്കുന്നവരാകാം, ചിലപ്പോൾ പല രീതിയിൽ നീ ഉദ്ദേശിച്ചതിന്റെ കുറവുകൾ ഉണ്ടാക്കാം. എന്നാലും എന്റെ റബ്ബ് എനിക്ക് നിശ്ചയിച്ചല്ലേ ആവട്ടെ. ഇതെന്താ ചിന്തിച്ചൂടെ? പെങ്ങൾക്ക് ചിന്തിച്ചൂടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കാരണം ഇസ്ലാം പഠിപ്പിക്കുന്ന ഭാര്യയുടെ സ്ഥാനം എത്രയെ ചിന്തിക്കേ. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ് المرأة والطيب وجعلت قرة عيني في الصلاة നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നമ്മുടെ ഭാര്യ നമ്മളെ കണ്ണിൽ ചിലപ്പോ ഒക്കെ സൗന്ദര്യം കുറവായിരിക്കും, വിദ്യാഭ്യാസം കുറവായിരിക്കും, നമ്മളെപ്പോലെ 4 കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കാനുള്ള ത്രാണിയില്ലാത്തവളായിരിക്കാം. പക്ഷേ നിന്റെ ഭാര്യയാണ്, അത് ഉറപ്പല്ലേ? അത് ഉറപ്പാ. എങ്കിൽ അവളെ നിനക്ക് തന്നതാരാ? റബ്ബ്. അത് ഉറപ്പല്ലേ? ഉറപ്പാ. എങ്കിൽ ആ ഭാര്യ നീ എങ്ങനെ കാണണം? ചെറിയ ഉത്തരവാദിത്തമല്ല. എന്നാലും ഞാൻ 3 നേരം ആ വെറുപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ടാണെങ്കിലും അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ടെന്ന് വലിയ വായിൽ നീ പറയണ്ട. അവൾക്ക് ഞാൻ എല്ലാ ഡ്രസ്സും വാങ്ങിച്ചു കൊടുക്കുന്നുവെന്ന് വലിയ വായിൽ നീ പറയണ്ട. അവളുടെ മഹത്വം എത്രയാണെന്നറിയുമോ?